+1 മോഡൽ എക്സാം നടത്തേണ്ടായി. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 20 മാർക്കിനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഏതാണ് ശരിയായ ഉത്തരം അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതുക, അങ്ങനെയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോ റിലേറ്റഡ് ടു ദ കൺസർവേഷൻ ഓഫ് ദ മാസ്. കൺസർവേഷൻ ഓഫ് മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ലോ എന്നാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത് ഗേ-ലൂസാക്ക് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലവോസിയർ ലോ. അപ്പം പെട്ടെന്ന് നമുക്കൊന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള 5 ലോ പെട്ടെന്നൊന്ന് നമുക്ക് നോക്കാം. 5 ലോസ് ഇതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അത് പ്രൊപ്പോസ് ചെയ്തത് ലവോസിയർ ആണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അത് പ്രൊപ്പോസ് ചെയ്തത് ജോസഫ് പ്രോസ്റ്റ് ആണ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ജോൺ ഡാൾട്ടൺ ആണ്. ഗേ-ലൂസാക്കാണ്. അവഗഡ്രോസ് ലോ അവഗഡ്രോ ആണ്. ഇതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നാണ്. മാറ്റർ ഒരിക്കലും ഉണ്ടാക്കാനും പറ്റത്തില്ല, അതൊരിക്കലും നശിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിലുള്ളത് ഈ ലോയെക്കുറിച്ചാണ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് പ്രൊപ്പോസ് ചെയ്തത് ലവോസിയർ ആണ്. അതാണ് നമ്മുടെ ചോദ്യമായിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോ ഈസ് റിലേറ്റഡ് ടു ദ കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് ദ മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ഓപ്ഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വ്യക്തമായി ഡി ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ലവോസിയർ ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്തെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് 7 SI യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെന്തിന് നമ്മൾ മീറ്ററാണ് അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. മാസിന് കിലോഗ്രാമാണ്. ടൈമിന് സെക്കൻഡാണ്. ഇലക്ട്രിക് കറണ്ടിന് ആംബിയർ ആണ്. അടുത്ത ടെമ്പറേച്ചർ, അല്ലെ തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിലയാണ്. അതിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്തെന്നാണ്. SI യൂണിറ്റ് മോൾ എന്നാണ്. നമുക്ക് ഓപ്ഷനിൽ നോക്കി നോക്കാം, മോളിൽ നിന്ന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ മോൾ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോളാണ്. ഓപ്ഷൻ എ മോൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ. അതായത് 1 മോളിൽ എത്രമാത്രം സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. 1 മോളിൽ എത്രമാത്രം സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതിൽ നമ്മുടെ നോട്ടിൽ തന്നെ, അതായത് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുള്ള നോട്ടിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതായത് മോൾ എന്ന് പറയുന്നത് മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ 6.022 × 10⁻23 പാർട്ടിക്കിൾ. അതായത് 1 മോൾ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ അകത്ത് ഇത്രമാത്രം പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്കാം. 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ 6.022 × 10⁻23 മോളിക്യൂൾസ്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് 6.022 × 10⁻23 മോളിക്യൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംബ്രിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, CH2O. അതിൻ്റെ മോളാർ മാസും ഇവിടെ തന്നിട്ടുണ്ട്, 180 ഗ്രാം പെർ മോളും തന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല എന്തെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം എംബ്രിക്കൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്, മോളാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് മോളിക്കുലർ ഫോർമുല എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് എടുത്തെഴുതാം. എംബ്രിക്കൽ ഫോർമുല എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് CH2O ആണ്. അടുത്ത് മോളാർ മാസ് തന്നിട്ടുണ്ട്. മോളാർ മാസ് എന്ന് പറയുന്നത് 180 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇനി എംബ്രിക്കൽ ഫോർമുല തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എംബ്രിക്കൽ ഫോർമുല മാസും കൂടെ കണ്ടുപിടിക്കാം. അതായത് കാർബൺ ഇവിടെ ഒരു കാർബണാണുള്ളത്. ഒരു കാർബണിൻ്റെ മാസം എന്ന് പറയുന്നത് 12 ആണ്. പ്ലസ് ഒരു ഹൈഡ്രജൻ്റെ മാസം എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനത്തെ 2 ഉണ്ട്. 2 പ്ലസ് ഒരു ഓക്സിജനാണ് 16. അങ്ങനെ ടോട്ടൽ നമുക്കിതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 ഗ്രാം എന്ന് കിട്ടും. ഇത്രയാണ് നിൽക്കട്ടെ. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക എന്നാണ്. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് N × എംബ്രിക്കൽ ഫോർമുല.
അപ്പോൾ നമുക്ക് ഈ n കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ കയ്യിലിപ്പോൾ എംപിറിക്കൽ ഫോർമുലയുണ്ട്. ഇനി n കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നത് മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് 180 ഗ്രാമാണ്. ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 30 ഗ്രാമാണ്. എന്ന് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. ഇനി ഈ കിട്ടിയ 6 എംപിറിക്കൽ ഫോർമുല മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. അപ്പം മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു, അതായത് n എന്ന് പറയുന്നത് 6 ഇൻറ്റു എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2O ആണ്. അപ്പം ഞാൻ അകത്തോട്ട് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. സിക്ക് 6 കൊടുക്കുന്നു. H ഓൾറെഡി അവിടെ 2 ഉണ്ട്. ആ 2ൻ്റെ കൂടെ 6 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 12 എന്ന് കിട്ടുന്നു. ഓക്സിജന് 1 ഉള്ളൂ. ഞാൻ ഈ 6 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 6 കിട്ടും. ഇതാണ് നമ്മുടെ എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ചെയ്ത് നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് C6H12O6 എന്നാണ്. ഇതാണ് നമുക്ക് കണക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് നമുക്ക് ഇനി ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. C6H12O6 നമ്മുടെ C ആണ് നമ്മുടെ കറക്റ്റായിട്ട് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 18.25 gram of HCl gas in 500 gram of water. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൊളാലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊളാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സൊല്യൂട്ട് എന്ന് പറയുന്നത്, അതായത് സോൾവൻ്റ് ആണ് ഏറ്റവും വലിയ മെജോറിറ്റി, ഒരു സൊല്യൂഷൻ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ളത് സോൾവൻ്റ് ആണ്. ഇവിടെ സോൾവൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് വാട്ടറാണ് ഇവിടെ സോൾവൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിലോട്ട് HCl ഗ്യാസിനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറയുന്നത് HCl ആണ്, സോൾവൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പം ഇത്രയും ഓർത്തിരിക്കുക. അപ്പം ഇവിടെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളാലിറ്റി എന്തെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മൊളാലിറ്റി കണ്ടുപിടിക്കുകയാണ്. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് M is equal to W2 into 1000 divided by M2 into W1. ഇത് ഗ്രാമിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി എന്താണ് 2ഉം 1ഉം എന്താണെന്ന് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊല്യൂട്ടിനെയാണ്. സൊല്യൂട്ട് അതായത് ഏതിലാണോ ആഡ് ചെയ്യുന്നത്, സോൾവൻ്റ് ആണ് മെജോറിറ്റി ആയിട്ട് ഒരു സൊല്യൂഷൻ കാണുന്നത്, അതിലോട്ട് ഏതിനെയാണോ ആഡ് ചെയ്യുന്നത് അതിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ആ സൊല്യൂട്ടിനെയാണ് 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സോൾവെൻറ്റ്, അതായത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആരാണോ സൊല്യൂഷനിൽ കാണുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പം W2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, W2 എന്ന് പറയുന്നത് ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ മാസാണ്. സൊല്യൂട്ട് എത്ര ഗ്രാം ഉണ്ടെന്നാണ് W2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ സൊല്യൂട്ടായിട്ട് എടുത്തിരിക്കുന്ന HCl ഗ്യാസ് ആണ്, അതിൻ്റെ മോളാർ മാസ്. അടുത്ത് W1 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. കാരണം ഒന്നെന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. അപ്പം വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. W2 അതായത് മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 18.25 ഗ്രാം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് അതായത് HCl ആണ്. HClൻ്റെ മാസ്, മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജനാണ്. ഒരു ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 + 35.5 എന്ന് കിട്ടും. ഇത് നമുക്ക് കൂട്ടുമ്പോൾ 36.5 ഗ്രാം എന്ന് കിട്ടും. മാത്രമല്ല W1 അതായത് സോൾവെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 500 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നേരെ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരെ എടുത്ത് ഇക്വേഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ M = W2 എന്ന് പറയുന്നത്, അതായത് W2 എന്ന് പറയുന്നത് 18.25 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 36.5 ഇൻറ്റു 500 ഗ്രാം. അതായത് 500നെ ഞാൻ ഇങ്ങനെ വെട്ടുമ്പോൾ എനിക്ക് 2 കിട്ടും.
18 ഇതുകൊണ്ട് വെട്ടുമ്പോൾ എനിക്ക് 2 എന്നുണ്ട്. ഈ രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് 1 കിട്ടും. അതായത് ഡയറക്റ്റ് ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 1 മോൾ എന്നായിരിക്കും. അപ്പം മൊളാലിറ്റി കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മൾ ഇക്വേഷനിലൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 1 മോൾ എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഇതാ 4ാമത്തെ ഓപ്ഷൻ 1 മോൾ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ റൈറ്റായ ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ 1 മോൾ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഉത്തരമെന്നാണ് കറക്റ്റായിട്ട് ഉത്തരമെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മാസ് ഓഫ് കാർബൺ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 12 ഗ്രാം എന്ന് എഴുതാം. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ടോട്ടൽ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു കാർബണാണ്. അപ്പോൾ 12 പ്ലസ് 2 ഓക്സിജനാണ്. ഒരു ഓക്സിജൻ്റെ മാസം എന്ന് പറയുന്നത് 16. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 44 ഗ്രാം എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണോ, അതായത് ഇവിടെ നമുക്ക് കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അവൻ്റെ മാസ് ഞാൻ മുകളിൽ എഴുതുന്നു. താഴെ ടോട്ടൽ മാസാണ്. ടോട്ടൽ മാസ് 44 ഇൻറ്റു 100. 100 ഇടാൻ ആരും മറക്കരുത്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27.27% എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് മാസ് പെർസെൻറ്റേജ് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 27.27% എന്നാണ് നമുക്ക് കിട്ടിയ ഉത്തരം. ഇത് നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ നോക്കി നോക്കാം. ഇവിടെ 2ാമത്തെ ഓപ്ഷൻ കിടപ്പുണ്ട്, 27.27%. ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റിയാക്ഷൻ മിക്സ്ചർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയം ഗ്യാസ് കണ്ടെയ്ൻ 250 ഗ്രാം ഓഫ് N2 ഗ്യാസ് ആൻഡ് 50 ഗ്രാം ഓഫ് H2 ഗ്യാസ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ഇഫ് എനി ആൻഡ് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ്. ഇത് നമ്മൾ വീഡിയോസിൽ ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും. എയിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിറിക്കൽ ഫോർമുല. അതായത് മോളിക്കുലാർ ഫോർമുലയും എംപിറിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇത് നമുക്ക് സിമ്പിളായിട്ട് അറിയുന്നുള്ള കാര്യമാണ്. അതായത് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് N ഇൻറ്റു എംപിറിക്കൽ ഫോർമുലയാണ്. ഇതാണ് അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപിറിക്കൽ ഫോർമുല. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഓഫ് ഹൈഡ്രജൻ, 24.27% ഓഫ് കാർബൺ ആൻഡ് 71.65% ഓഫ് ക്ലോറിൻ. ദ മോളാർ മാസ് ഈസ് 98.96 ഗ്രാം. കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ ഫോർമുല. ഇതും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തേന് നമ്മൾ എലമെൻറ്റ് എന്ന് പേര് കൊടുത്തു. 2ാമത്തത് മാസ് പെർസെൻറ്റേജ് എന്ന് പേര് കൊടുത്തു. 3ാമത്തത് മാസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് എന്ന പേര് കൊടുത്തു. 4ാമത്തെ കോളം എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ ആണ്. സിമ്പിൾ റേഷ്യോ. 5ാമത്തെ കോളം എന്ന് പറയുന്നത് സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോ എന്നാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന എലമെൻറ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാമത്തെ കാർബൺ ആണ്, 2ാമത്തെ ഹൈഡ്രജൻ ആണ്, 3ാമത്തത് ക്ലോറിൻ ആണ്. അടുത്തത് മാസ് പെർസെൻറ്റേജ്. കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 24.27% ആണ്. അടുത്ത് ഹൈഡ്രജൻ്റെത് 4.07% ആണ്. ക്ലോറിൻ്റെത് 71.65% ആണ്. ഇനി 3ാമത്തെ കോളം എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജിന് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 24.27
27 ആണ്. അതിൻ്റെ അറ്റോമിക് മാസ്സായ 12 ഉണ്ട്. 12 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് എഴുതി തൊട്ട് താഴെ അതിൻ്റെ അറ്റോമിക് മാസ് 12 എന്ന് എഴുതി നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 2.02 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ഹൈഡ്രജൻ്റെയും മാസ് പെർസെൻറ്റേജ് എഴുതി 4.07 എന്ന് എഴുതി. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 എന്നാണ്. അതുകൊണ്ട് 1നെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടും, 4.07 എന്ന് കിട്ടി. ക്ലോറിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 71.65 എന്നാണ്. അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 എന്നാണ്. അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.02 എന്നാണ്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കുക എന്നാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസിൽ ഏവനാണോ ചെറുത് എന്ന് നോക്കുക. അതായത് ഏതാണോ ചെറുതെന്ന് നോക്കുക. ഇതിൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2.02 ആണ്. അതായത് 4.07 ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2.02 ആണ്. ഞാൻ അതുകൊണ്ട് ഈ 2.02 ഓരോന്നിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് 2.02 ഞാൻ 2.02 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത് ഈ 4.07 ഞാൻ ഈ ചെറിയ സംഖ്യയായിട്ടുള്ള 2.02 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 2 എന്നാണ്. അതുപോലെ ഇവനെയും ഞാൻ 2.02 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന 1 ആണ്. മുൻപത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു ഉത്തരം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 എന്നാണ്. അപ്പോൾ അതൊരു ഫ്രാക്ഷൻ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ അതിനെ ഫ്രാക്ഷൻ ആക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയത് എല്ലാം ഓൾ നമ്പേഴ്സാണ്. അതായത് 1, 2, 1 എന്നൊക്കെ തന്നെ ഒരു ഓൾ നമ്പറാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതിനെ ഡയറക്റ്റ് ഓൾ നമ്പർ തന്നെ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോ എന്ന കോളത്തിലോട്ട് എഴുതാം. 1. ഇനി ഇവിടെ നമുക്ക് കിട്ടിയ എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ള എലമെൻറ്റ്സ് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ ഒക്കെയാണ്. കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. കാർബൺ നമുക്ക് 1 നേടി, ഹൈഡ്രജൻ നമുക്ക് 2 നേടി, വീണ്ടും ക്ലോറിൻ നമുക്ക് 1 നേടി. അപ്പോൾ ഇതാണ് നമ്മുടെ എംപിറിക്കൽ. പക്ഷേ ക്വസ്റ്റ്യൻ ഇവിടെ തീരുന്നില്ല. നമുക്കിനി കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് മോളിക്കുലർ ഫോർമുലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് എംപിറിക്കൽ ഫോർമുല നമുക്കറിയാം. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപിറിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എംപിറിക്കൽ ഫോർമുലയിൽ നമുക്ക് കിട്ടിയ അതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. കാർബണിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൻ്റെ മാസ് 12 ആണ്. അങ്ങനത്തെ എംപിറിക്കൽ ഫോർമുലയിൽ ഒരു കാർബണാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു കാർബൺ ഇൻറ്റു 1 പ്ലസ് ഹൈഡ്രജൻ്റെ മാസം എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. പ്ലസ് ക്ലോറിൻ്റെ ഒരെണ്ണത്തിൻ്റെ മാസം എന്ന് പറയുന്നത് 35.5 ആണ്. അങ്ങനത്തെ ഒരെണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 49.5 നമുക്ക് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 49.5 നമുക്ക് കിട്ടും. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മോളാർ മാസ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 98.96 എന്നാണ്. ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് n എന്ന് പറയുന്ന സംഭവം n എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. n എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് മറന്നു പോകരുത്. അപ്പം ഞാനിവിടെ നിന്ന് n കണ്ടുപിടിക്കുകയാണ്. n എന്ന് പറയുന്നത് നമുക്ക് മോളാർ മാസ് 98.96 എന്ന് കിട്ടി. ഞാൻ അതിനെ എടുത്ത് ഇവിടെ എഴുതി 98.96 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് 49.5 എന്ന് കിട്ടി. ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 എന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു എംപിറിക്കൽ
ഫോർമുല എന്നാണ്. ഇതും മറന്നു പോകരുത്. അതായത് എനിക്ക് നേരത്തെ കിട്ടിയ എംബ്രിക്കൽ ഫോർമുലയുടെ കൂടെ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല ആയിരുന്നു. അപ്പോൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് n നമുക്ക് കിട്ടിയത് എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു CH2Cl. CH2Cl എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ എംബ്രിക്കൽ ഫോർമുലയാണ്. അപ്പോൾ അതിനെ 2 കൊണ്ട്, അതായത് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C2H4Cl2, അതായത് 2 ഓരോന്നിനും കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.